മനസ്സിൽ കിടപ്പുണ്ടാവും. ജോളി ജോസഫ് എന്നോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി അറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മനസാക്ഷിക്ക് എന്താ പറയുക, വലിയ ആഘാതം ഉണ്ടാക്കിയൊരു കേസാണ് അത്. SC/ST ആക്ട് എടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ആക്ട് ഇട്ടത്. ആ സമൂഹത്തിലൊരു ചോദ്യചിഹ്നം അത്. അപ്പോൾ ഈ അടുത്താണ് കരയൻ സൈനൈഡ് ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയത്. അതിനുശേഷം എങ്ങനെയായിരുന്നു ആളുകൾ? അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് കണ്ട് ആ സീരീസ് ഞാൻ കണ്ടു. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 പോലും ഒരു ഇത് വന്നിട്ടില്ല ഞങ്ങളുടെ ഒന്നും. അതായത് ഈ കേസ് സംബന്ധിച്ചൊന്നും 10 പോലും ഇതൊന്നും ഇൻവെസ്റ്റിഗേഷൻ അല്ലല്ലോ. അത് ഇറ്റ്സ് എ ഫാക്ട് സ്റ്റേറ്റിംഗ് ബൈ ഇതല്ല പറഞ്ഞുള്ളൂ. ഞങ്ങൾ പബ്ലിക് ഡൊമൈന് വന്നിട്ട് കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഒരു പ്രതിയാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഒരു വ്യക്തിഗത അഭിപ്രായമാണ്. എൻ്റെ ഒരു കേസിൽ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്തും ആയിക്കോട്ടെ, ഒരു കേസിൽ പ്രതിയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും, മരിച്ച ആൾക്കും ഉണ്ടാവും. അത് ഞാനിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിനിട്ട് ബാധിക്കുന്ന കാര്യം എനിക്ക് പറയാൻ പാടില്ലെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെന്നും ഞാൻ ഒരു ചാനലിനകത്ത് ഞാൻ സംസാരിച്ചപ്പോൾ റിപ്പർ ചന്ദ്രനെ പറ്റി പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു, റിപ്പർ ചന്ദ്രനെ പറ്റി. അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഞാൻ കണ്ടു, എന്നാൽ നിങ്ങളത് അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ, വളരെ സന്തോഷം എന്ന് പറഞ്ഞ്. കാരണം ഞാൻ അറിയാതെ പറയുന്നത്, അതെൻ്റെ മനസ്സിൽ നിന്നുള്ള ഞാൻ പറയുന്നത്. അതായത് ഈ റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് എൻ്റെ ഒരു അനുഭവത്തിൽ അദ്ദേഹം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെയാണ്. ഇപ്പം ജോളി ജോസഫ് ആരും ആയിക്കോട്ടെ, ജോളി ജോസഫിൻ്റെ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടാവും. ജോളി ജോസഫ് എന്നോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി അറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രതികളും പറഞ്ഞിട്ടുണ്ട്, ഓരോ കേസിലെ പ്രതികളും പറഞ്ഞിട്ടുണ്ട്, സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈയും കാലും വന്ന് പിടിച്ച ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? പ്രതീക്ഷിക്കാത്ത ആൾക്കാർ കാലേ വന്ന് പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ അതിനെപ്പറ്റിയൊക്കെ പേപ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അവരെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു തരി പോലും ഞങ്ങളുടെ നിന്ന് വായിന്ന് പുറത്ത് പോകത്തില്ല. വായന ശരീര ഭാഷ കൊണ്ടും പുറത്ത് പോകത്തില്ല, പുറത്ത് പോയിട്ടുമില്ല. പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. എന്തിനാ എൻ്റെ ആവശ്യം? ചില മസാലക്കഥക്കാർ അല്ലെങ്കിൽ മറ്റ് കഥകളെക്കാൾ ഭയങ്കരമായ രീതിയിൽ ഒരു ബുക്ക് ചിലവായി പോയെന്നിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ചില കാര്യങ്ങൾ ചിലപ്പം ബുക്കിൻ്റെ അകത്ത് ഇപ്പം ബുക്ക് എഴുതുന്നു, ചിലപ്പം വന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു അംശമൊക്കെ വരുന്നുള്ളൂ, ചെറിയ അംശം. ഇത് പറയാൻ പറ്റുന്ന അംശങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പം കറിയാൻ സൈനായിട്ട് തന്നെ ഞങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും വന്നിട്ടില്ല. ഞാനങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ അടുത്ത് പറയുന്നു, അത് പറയുമ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ റിട്ടയർ ചെയ്ത പോലീസ് ഓഫീസർ. മറ്റുള്ളവരെല്ലാം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട മനുഷ്യനാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല എനിക്ക് വായത്തോന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല. എൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ കറിയൻ സൈനോട് ഞാൻ കണ്ടിരുന്നു, എനിക്കെൻ്റെ പ്രത്യേകിച്ചും തോന്നിയില്ല. പക്ഷെ കണ്ടവർക്കെല്ലാം നല്ല ഇതാണെന്നാണ് അവരെല്ലാം പറയുന്നത്. ഭയങ്കര അതിനങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്കോ വൈഫിനോ അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്കൊന്നും ഞാൻ സാധാരണ ഒത്തിരി കാര്യങ്ങൾ വൈഫിനോട് സംസാരിക്കാറുണ്ട്, ഓരോ കാര്യങ്ങളും വരുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്ക് അത്രയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ ഈ ടെക്നോളജിയൊക്കെ കേസിലേക്ക് ഹെൽപ്ഫുൾ ആകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആളുകൾ പോകുന്ന വഴി അതൊക്കെ കണ്ടെത്താൻ അത്ര എളുപ്പമായിരുന്നു? അത് ഭയങ്കര തമാശ. അതായത് ഈ ഡോസ് കോഡ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ശരിക്കും അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കും. പക്ഷേ അതൊരു സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ച കാര്യം അല്ലെങ്കിൽ കോടതി അതൊരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമൊന്നുമല്ല. സെക്കൻഡറി എവിഡൻസ് പറയും, രണ്ടാമതൊരു ചാൻസ് എന്ന് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ചോദ്യങ്ങൾ വരാം, ഇവിടുന്ന് അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പം അന്നൊക്കെ പറഞ്ഞ ഫിംഗർ പ്രിൻ്റ് ആണ് ഒരു മെയിൻ എവിഡൻസ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഫിംഗർ പ്രിൻ്റ്
മാത്രമേ ഉള്ളൂ. പിന്നെ DNA വന്നത്. DNA ഭയങ്കര ഒരു ചേഞ്ച് വന്നു. നമുക്ക് DNA പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് വന്നിട്ടുണ്ട്, ബ്രെയിൻ മാപ്പിംഗ് വന്നിട്ടുണ്ട്. ഈ പോളിഗ്രാഫ് ടെസ്റ്റ്, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് ഓൺലി എ ചാൻസ്. നമുക്ക് ഹൗ ക്യാൻ വി ലീഡ് ടു എ പോയിൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പോളിഗ്രാഫ് ടെസ്റ്റാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും. ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ഈ വഴിക്കാണ് വന്നത്, അല്ലെങ്കിൽ അവിടെ വന്നപ്പം എന്തെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അടിച്ചോ, എന്തെങ്കിലും സംഭവം ഉണ്ടായി. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറെ ആണെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. ഇവിടെ വന്നിരുന്നോ, എന്തെങ്കിലും കണ്ടോ, ഒന്നും കണ്ടില്ല എന്ന് പറയല്ല വേണ്ടത്. അങ്ങനത്തെ ചോദ്യങ്ങളല്ല വേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഇവിടെ അല്ല വന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തല്ല വന്നത്, ഈ വഴിക്ക് വന്നപ്പോഴത്തേക്ക് ഇന്നൊരു കാറ് പോകുന്നു കണ്ടിരുന്നോ. ചിലപ്പോൾ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും അങ്ങോട്ട് കാറെന്ന സമയത്ത് പോയിട്ടുണ്ട്. മനസ്സിലായോ? ഈ സംഭവം ഉണ്ട്, ഒരു കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാറ് കണ്ടിട്ടുമുണ്ട്. പ്രീത എന്നല്ലേ പേര്? അപർണ കാറ് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അപർണ മനഃപൂർവ്വമാണ് ഈ ഇൻസിഡൻറ്റ് കണ്ടില്ലെന്ന് പറയുന്നത്. ഏത് കൊന്നെന്നുള്ള, അല്ലെങ്കിൽ വെട്ടുന്ന കണ്ടില്ല എന്ന് പറയുന്നത് അപർണ മനഃപൂർവ്വമാണ്. പക്ഷേ അപർണയെ എനിക്ക് ഇതിൽ എന്തെങ്കിലും കണ്ടോ ചോദിച്ചാൽ അപർണ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അപർണ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപർണയിൽ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിക്ക് ഒരു ചുവന്ന കാറ് പോകുന്നു കണ്ടോ എന്ന് പറയും. പെട്ടെന്ന് പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് മനസ്സിലാവും സംഗതി കള്ളമാണ്. അവിടെ അങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ. ഈ നമ്മൾ എഴുതി വെക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പോളിയോ ടെസ്റ്റിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ. പോളിയോ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ശരിക്കും പഠിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പോളിയോ ടെസ്റ്റ് ശരിക്കും ഇതെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ടാലൻ്റാണ് ഇത് പ്രധാനപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊക്കെ സപ്പോർട്ടീവ് എവിഡൻസാണ്. ഇപ്പം ചുമ്മാ 10 പേരെ പിടിച്ച് DNA നടത്തരുത്. DNA നടത്തുന്നുണ്ടെങ്കിൽ DNA പക്കായിട്ട് നടത്താൻ പറ്റുന്ന ആളാരാണോ അവരെ DNA നടത്താം. അത് ഏത് സാധനത്തിൽ നടത്തേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ നമുക്ക് ആ നടത്തുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ കോൾസ് കളക്ട് ചെയ്യുന്നു, ടെലിഫോൺ കോൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പം ആയിരക്കണക്കിന് ടെലിഫോൺ കോൾസ് 1 മിനിറ്റ് കൊണ്ട് ഇതിൽ പാസ് ചെയ്ത് പോകുന്നു ഇത്ര ടവറിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലായിടത്തും എല്ലാം ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അതാണ് ഈ ടെക്നോളജി ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ടാലൻ്റാണ് അവിടെ ഉയർന്നു നിൽക്കേണ്ടത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ ഈ സൈക്കോളജി ഒക്കെ അങ്ങനെ ട്രെയിനിങ് ഒന്നും ഇല്ല. നമുക്കത് കുറച്ച് നമുക്ക് മനസ്സിലാവും. ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് മനസ്സിലാവും. അത് കേട്ടിട്ടുണ്ട് സാറിന്. അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു കഴിവുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് മനസ്സിലാവും ഒരാളുടെ എങ്ങനെയാണ് അവൻ്റെ പോക്ക്, അവൻ്റെ ഇത്. അതൊക്കെ കോടതിയിൽ ഹെൽപ്പ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ കോടതി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ല. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് കോടതി അറിയേണ്ട കാര്യമില്ല. കോടതിക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത് അതാണ് വേണ്ടത്. ഇപ്പോൾ അപർണ ഇപ്പോൾ എഴുതുന്ന എഴുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കാണുമ്പോൾ നമുക്കറിയാം അപർണയുടെ സ്വഭാവം എങ്ങനെ നമുക്ക് ഏകദേശറിയാം. ഈ കൊറോണ കാലത്ത് കേസുകൾ അന്വേഷിച്ചിട്ട് അതല്ലേ പ്രശ്നം. കൊറോണ കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ വയ്യാതൊന്നുമില്ല. എങ്ങനെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏതൊരു റേപ്പ് കേസ് ഒക്കെ വന്നിരുന്നു? റേപ്പ് കേസ് അതവിടെ അത് ഭയങ്കരമായി പോയി. അപ്പോൾ എങ്ങനെയായിരുന്നു കേസ് അന്വേഷണമൊക്കെ? അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് എന്നാ പക്ഷേ കൊച്ചു ഭയങ്കരമായ രീതിയിൽ ആ കുട്ടി വല്ലാത്തൊരു വിഷമമായിപ്പോയി. അത് ആ കുട്ടിയെ അങ്ങനെ റേപ്പ് ചെയ്തേ. ഇപ്പം ട്രയൽ നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കുന്നത്. എന്നാലും ആ കുട്ടിയുടെ റേപ്പും പക്ഷേ പെൺകുട്ടി അത് റെക്കോർഡ് ചെയ്തു, ഓഡിയോ റെക്കോർഡ് ഞാൻ കേട്ടായിരുന്നു. കൊച്ചു വല്ല പേടിച്ചു പോയി. പേടിച്ചല്ല, അത് ആരാണ് പേടി. ഞാൻ നിൽക്കാരും ഞങ്ങൾ ആലോചിച്ചുള്ള കുട്ടിയുടെ കാര്യം ഇങ്ങനെ. പക്ഷേ ഞങ്ങൾ ചെയ്യാവുന്ന മാക്സിമം ആ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഞാനാണ് പറഞ്ഞത് അറിയത്തില്ല. ആ കൊച്ച് അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ വലിയ ബഹളമൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അന്ന് എസ് ഐ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വനിതാ എസ് ഐ പറഞ്ഞു, സാറേ സമ്മതിക്കുന്നില്ല കൊച്ച്. ഞാൻ ആ കൊച്ചിനെ വിളിച്ചു പറഞ്ഞു, മോളെ അത് ചെയ്യണം, നമുക്ക് കേസ് തെളിയിക്കേണ്ടതല്ലേ. അത് പിന്നെ കൊച്ച് സമ്മതിച്ചു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊച്ച് പറഞ്ഞു, ഏതോ ഒരു ഓഫീസറിനെ സീനിയർ ഓഫീസർ ആരാണോ വിളിച്ചെന്നോട് പറഞ്ഞ് ഞാൻ സമ്മതിച്ചെങ്കിൽ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ വിളിച്ച് പറഞ്ഞു. കുട്ടിക്ക് ഇപ്പോഴും അറിയത്തില്ല അത്. പക്ഷെ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ മനസാക്ഷിക്ക് എന്താ പറയുക,
വലിയ ആഘാതം ഉണ്ടാക്കിയൊരു കേസാണ് അത്. SC/ST ആക്ട് എടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ആക്ട് ഇട്ടത്. ആ സമൂഹത്തിലൊരു ചോദ്യചിഹ്നം. അത് ചോദ്യചിഹ്നം വെച്ചാൽ അത് യഥാർത്ഥത്തിൽ ഇട്ടിരിക്കുന്നത് ഞാൻ തന്നെ ഞങ്ങൾ തന്നെ പഠിച്ചിട്ട് ആക്റ്റാണത്. ആക്റ്റാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കും അതങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത്, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഉള്ളതാണത്. അങ്ങനെ നമ്മളെ തളർത്തിക്കളയുന്ന അത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും തളർത്തതല്ല, ഈ നിസ്സഹായത എന്ന് പറയില്ലേ. പണ്ടൊക്കെ ചില ആൾക്കാർ ചിലർ കാണിക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ പോലീസ് അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചെന്നൊക്കെ. ശരിയല്ല അത്. ചിലവർ വൃത്തിയോട് കാണിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാം. പോലീസുകാർ കാണിക്കുന്നുണ്ട്, പക്ഷേ പോലീസ് തകർന്നാൽ പോയി. ഇപ്പം കാണിക്കുന്ന ചിലവർക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് ഈ അടിക്കുന്ന കാര്യത്തിലൊക്കെ. ഭയങ്കര ലാത്തിച്ചാർജ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. ലാത്തിച്ചാർജ് എന്ന് പറയുന്ന ഒരിക്കലും വളഞ്ഞു കിടന്ന് നിലത്ത് കിടക്കുന്ന തല്ലുന്നല്ല ലാത്തിച്ചാർജ്. ലാത്തിച്ചാർജ് അല്ല അത്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. ഒരിക്കലും ലാത്തിച്ചാർജ് അല്ല അത്. ലാത്തിച്ചാർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പം മറ്റൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ആദ്യം വാണിംഗ് കൊടുക്കണം, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ആദ്യം വാണിംഗ് കൊടുക്കണം, പിന്നെ ഇതെറിയണം, അങ്ങനെ എറിയണം. അതൊന്നും പോട്ടെ നോക്കാം, അതൊക്കെ വിട്. പക്ഷെ ലാത്തിച്ചാർജ് പറയുന്നത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അവരടി കൊണ്ട് അവിടെ ഓടിപ്പോയി പൊക്കോട്ടെ നോക്കണം. വീണ് കഴിഞ്ഞാൽ പിന്നെ അടിക്കരുത്. ഞങ്ങളാരും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ വരുന്നതെല്ലാം പിള്ളേരും ആൾക്കാരും അല്ലേ, ഈ കുട്ടികളും ആൾക്കാരല്ലേ. ഇവരൊക്കെ എന്തിനാണ് നമ്മൾ വൈരാഗ്യബുദ്ധിയോടെ അങ്ങനെ ചെയ്യേണ്ട കാര്യം കേരള പോലീസിന് ഇല്ല. സത്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അത്. ഇതൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പല ഈ അടിക്കുന്ന ഈ അടി അല്ലെങ്കിൽ ഇതെല്ലാം വൈരാഗ്യബുദ്ധിയോട് പോലീസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും അല്ല കേട്ടോ. അതൊന്നുമല്ല. അല്ല, പ്രശ്നമല്ല. അവർ ഈ പോലീസുകാർ ചെയ്യുന്നതും ബഹുഭൂരിപക്ഷം പോലീസുകാരും എനിക്ക് നല്ല അറിവുള്ളവരാണ്. അവർ പറയും അല്ലെ അവർ ചെയ്യുന്നതും എല്ലാം മറ്റേ ബാഹ്യ പ്രശ്നമൊന്നും അല്ല കേട്ടോ. ഇത് ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ്റൊന്നും തല്ലി അവർ ചതക്കണമെന്ന് ആരും പറയത്തൊന്നുമില്ല. ഇല്ല കേട്ടോ, അത് ചുമ്മാതെ അങ്ങനെ ചുമ്മാതെ അത് പറയത്തൊന്നുമില്ല. ഇവരാരും പറയില്ല. പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് പിന്നെ ആര് പിന്നെ സപ്പോർട്ട് ചെയ്തു? പോലീസിനെ. അല്ല, ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. സത്യം കേട്ടോ. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇങ്ങനെ വളർത്തിട്ടടിക്കുന്നതിനകത്തൊന്നും താല്പര്യമൊന്നുമില്ല. വ്യക്തിഗതിച്ച് ഇവർക്കൊന്നും താല്പര്യം കാണത്തില്ല. അത് പോലീസിലെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ വെള്ളം ചീറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ കഴിവത് അത് ചീറ്റിച്ചൊക്കെ പോലീസുകാർ വിടുന്നത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഇതൊക്കെ. പിന്നെ നിങ്ങളുടെ മീഡിയക്കാർക്ക് പ്രശ്നമുണ്ട്, അത് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ ന്യൂസ് കൊടുക്കുമോ? പറ, സത്യമല്ലേ? ഇത് കാണിച്ചില്ല ന്യൂസ് കൊടുക്കുമോ? ഏതെങ്കിലും ഒരു സമരം വരുന്നു, ഒന്നും കുലുക്കിയില്ല, ഒന്നുമില്ല, ചുമ്മാ വന്നിട്ട് 2 മുദ്രാക്കം വിളിച്ച് പോവുകയാണ്. ഏത് ചാനലുകാരാ? അവർ കഴകത്തില്ലാത്തതെന്ന് പറയുള്ളൂ. പഴയ എസ്ഐമാരെ പറ്റി പറയുന്ന പോലെ പറയുള്ളൂ. ഒരു വെള്ളം ചീറ്റിച്ച് പോകുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനീ പറയാം, നല്ലതായിട്ടൊന്നുമല്ല. ഇപ്പോൾ മീഡിയക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ചില കേസുകളൊക്കെ ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടും, ചില കേസുകളിൽ അത് കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും വളരെ മീഡിയ അറ്റൻഷൻ കിട്ടാതിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര സന്തോഷമാണ് മീഡിയ അറ്റൻഷൻ കിട്ടാതിരിക്കും നല്ലത്. ഞങ്ങളെ കൂടത്തായി കേസ് ഒഴിച്ച് ആദ്യത്തെ 2-2.5 മാസം ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അതിലെല്ലാം ഞങ്ങൾ കറങ്ങിയെടുത്ത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു ആരും അറിയരുതെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ ബിൽഡിംഗ് വിളിക്കാൻ വേണ്ടി പോയി. ഇല്ലേ, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. അവസാനം അറിഞ്ഞെങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാ? മറ്റേ പോസ്റ്റ്മോർട്ടത്തിന് അല്ല, അതന്നെ എക്സിബിഷന് പഞ്ചായത്തുകാർ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. പഞ്ചായത്തുകാർ വേണം ഈ എക്സിബിഷൻ നടത്താൻ. അപ്പോഴാണ് മീഡിയക്കാർ അറിയുന്നത്. 2 ദിവസം കൊണ്ട്. ഞങ്ങളെന്ത് ഫ്രീ ആയിരുന്നു അറിയോ? മീഡിയക്കാർ കുഴപ്പമൊന്നും. പക്ഷേ മീഡിയക്കാർ, ഞാൻ പറയട്ടെ, മീഡിയക്കാർ കുഴപ്പക്കാരല്ല. മീഡിയക്കാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഞാനിപ്പോൾ വേറെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു കേസിലൊരു പ്രതി, ആ പ്രതി സാക്ഷി, 1ാം സാക്ഷി ട്രയൽ സംബന്ധം കൂറുമാറി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, പണ്ട് ഒരു മീഡിയക്കാർ ഇവനെ ഒന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞേക്ക് അന്ന് പറയുമോ?
ഈ പറഞ്ഞൊക്കെ കോടതി പറയും, ഞാൻ പറയും ഇതേതവനല്ല ആര് വന്നാൽ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നു പറഞ്ഞത്. ഞാൻ വിളിച്ചിട്ടാ ഇങ്ങനെ സംഭവമുണ്ട്, ആ സാധനം എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് പുള്ളി പോയി സാധനം എടുത്താൽ പിറ്റേ ദിവസം ബ്രോഡ്കാസ്റ്റ് ചെയ്ത് സാധനം കൊണ്ട് കോടതി കൊണ്ടുപോയി അവൻ തിരിച്ചതുപോലെ പറയേണ്ടി വന്നു. മനസ്സിലായോ? മീഡിയക്കാരെന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാർ അങ്ങനെ ഒരു കുഴപ്പക്കാരില്ല, അങ്ങനെ ആയിട്ടല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റമല്ല അത്. അല്ല, മീഡിയക്കാരെന്ന് പറഞ്ഞാൽ അതൊരു അവർക്കിപ്പം വല്ലാത്ത പ്രശ്നമുണ്ട്, അത് പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിലേക്ക് ചിലപ്പം പെരുമാറിക്കളയും, അതൊക്കെയാണ് പ്രശ്നം. ഞാൻ ഓർക്കുന്ന ഈ കൂടുതൽ കേസ് തന്നെ ഒരു ചാനലുകാർ വന്നപ്പോഴത്തേക്ക്, അത് എൻ്റെ ഒരു സുഹൃത്തെല്ലാം വന്ന്, സാറേ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഇവർക്ക് വന്ന് പറയുന്നത് ഇതുപോലെയാണല്ലോ, ഇങ്ങനെ നിങ്ങൾ വന്ന പോലെയാണ് വരുന്നത്. ഇപ്പം വന്ന് പറയുകയാണ് ഇങ്ങനെ, സാറേ ഞാൻ വൈകിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ പകലില്ലായിരുന്നു കേട്ടോ, സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും മാത്രം പറഞ്ഞാൽ എന്ന് വേണ്ടി വരികയാണ് വീട്ടിലേക്ക്. ഞാൻ നോക്കുമ്പോൾ 2 ക്യാമറ വെച്ചാൽ പുള്ളി വരുന്നത്. പുള്ളി അവിടെ ഇവിടെ വെച്ച് ക്യാമറ വെച്ചെടുത്ത് ഇവൻ വർത്താനം പറഞ്ഞ് 1 മണിക്കൂർ പിറ്റേ ദിവസം ആദ്യത്തെ എന്നും പറഞ്ഞ് പറയുകയാണ്, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ അന്തം വിട്ടുപോയി. അതിനേക്കാളും ഭയങ്കരം അതിൻ്റെ അടുത്ത ചാനലുകാരനെ, അവിടുത്തെ റിപ്പോർട്ടറെ, അവനെ ലീവ് എടുത്ത് അവനെ വിളിച്ച് തെറി പറഞ്ഞ് ഓടിച്ച് ആ പയ്യൻ വരണ്ടോടി. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളി ഓടി വീട്ടിൽ വന്ന് കൈയും കൂപ്പി നിൽക്കുക. സത്യം പറയുക, ഭയങ്കര രീതിയിൽ എന്നെ, ഞാൻ പറയുന്നില്ല എങ്ങനെയാന്ന്. ഞാൻ വീട്ടിൽ കയറി ഞാൻ ഇല്ലെന്ന് എനിക്ക് ദേഷ്യത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടു. പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഈ പയ്യന് പിന്നെ നിൽപ്പുണ്ട് ഇങ്ങനെ. എന്നാ വാ എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അന്ന് വൈകിട്ട് 7 മണിയായപ്പം ചർച്ച. ഞാൻ കാണാറില്ല, അതാണ്. വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്താ പയ്യന് ഉണ്ട്, 3-4 പേരും ഉണ്ട്, ചർച്ച ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരാൾ നിന്ന് പറയുകയാണ്, ഈ SP എന്തിൻ്റെ കേടാ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്താൽ കൊള്ളാം. അങ്ങനെയുണ്ട്. വേറെ SP റിട്ടയർഡ് SP പറയാം, ആ SP കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിർബന്ധിച്ച് ആരാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറയും. പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, എന്നാൽ പോലും പുള്ളി പറയാം ഇതാ സ്ഥിതി. അല്ല ഇതാ സ്ഥിതി. എന്നാൽ അവിടെ ആരാണ് കുഴപ്പക്കാർ? SP. ഇതാണ് കാര്യങ്ങൾ. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു.